നമസ്കാരം. ഭാര്യയ്ക്ക് 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ ഭർതൃബലാത്സംഗം കുറ്റമല്ലെന്ന് വിധിച്ചത് 2023. യോഗിയെ പുകഴ്ത്തൽ റദ്ദാക്കിയത് 2024. മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന് വിശദീകരിക്കുന്ന വിധി വന്നത് 2025. പോക്സോ കേസിലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബലാത്സംഗത്തിന് ഒരു പുതിയ നിർവചനവുമായിട്ടാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്ര ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും അവളെ വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവുകളായി കണക്കാക്കാൻ ആകില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ പരാമർശിക്കുന്നത്. ആ പരാമർശം നിയമവിദഗ്ധരിൽ പോലും ഞെട്ടലായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുവാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ. അപ്പോൾ ഇപ്രകാരം ചെയ്തവർക്ക് മേൽ ബലാത്സംഗ ശ്രമക്കുറ്റങ്ങൾ ചുമത്താനാവില്ലെന്നുകൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും വ്യത്യസ്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ പരാമർശമെന്ന് പറയപ്പെടുന്നത്. 2 യുവാക്കൾക്കെതിരെ കീഴ്ക്കോടതി ചുമത്തിയ പോക്സോ കേസിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം എന്ന് പറയപ്പെടുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പവൻ, ആകാശ് എന്നിവർക്കെതിരെ ബലാത്സംഗം പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. 2021 ഈ സംഭവം നടന്നത്. ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റിയ ഇരുവരും അവളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതിയായി പറയുന്നത്. സംഭവം നടന്ന സ്ഥലത്തുകൂടി പോയ ഒരാളാണ് പെൺകുട്ടിയെ അന്ന് അവിടെ നിന്നും രക്ഷിച്ചത്. സംഭവത്തിൽ സമൻസ് അയച്ച കീഴ്ക്കോടതി നടപടിയെ ചോദ്യം ചെയ്താണ് യുവാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ബലാത്സംഗം തെളിയിക്കാൻ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് എന്നും ബലാത്സംഗ ശ്രമവും തയ്യാറെടുപ്പും വ്യത്യസ്തമാണ് എന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ബലാത്സംഗ ശ്രമം കുറ്റാരോപിതർക്ക് മേൽ ചുമത്തണമെങ്കിൽ അവർ തയ്യാറെടുപ്പ് ലംഘന അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോയെന്ന് വാദിഭാഗം തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് ജസ്റ്റിസ് നാരായൺ മിശ്രയുടെ ചൂണ്ടിക്കാട്ടൽ. അപ്പോൾ ഇതെല്ലാം വരും ദിവസങ്ങൾ വലിയ നിയമചർച്ചയ്ക്ക് വഴിയൊരുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കേസിൽ അപ്പീൽ പോയാൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടും ഇതിനകത്ത് നിർണായകമായി മാറുകയും തന്നെ ചെയ്യും. ഉത്തർപ്രദേശിൽ പവൻ, ആകാശ് എന്നിവർ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും പിന്നീട് സമീപത്തെ കലിംഗിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികളും വിചാരണ നേരിടണമെന്ന് കീഴ്ക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് ഉള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം മറ്റൊന്നായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പൈജാമയുടെ ചരട് പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതോ കലുങ്കിനടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതോ ഈ പറയുന്ന ബലാത്സംഗ ശ്രമമായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. പ്രതി കലുങ്കിനടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയെന്നതിനാൽ പെൺകുട്ടിയെ നഗ്നയാക്കിയെന്നോ വസ്ത്രം അഴിച്ചു മാറ്റിയെന്നോ സാക്ഷികൾ പറഞ്ഞിട്ടില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. കീഴ്ക്കോടതിയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നതല്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഭാര്യയ്ക്ക് 18 വയസ്സോ അതിനു മുകളിലോ ആണ് പ്രായമെങ്കിൽ ഭർതൃബലാത്സംഗം കുറ്റകരമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധിയും ഇതേ ജഡ്ജിയുടേതായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. 2023 ആ വിധി. അപ്പോൾ ഇതും രാജ്യമേറെ ചർച്ച ചെയ്തു. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഭാര്യ നൽകിയ കേസിൽ ഭർത്താവിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിലാണ് കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ളതും മറന്നു പോകരുത്. ഭർതൃബലാത്സംഗം ഇന്ത്യയിൽ ഇതുവരെ കുറ്റകരമാക്കിയിട്ടില്ല എന്നും ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്ര വിശദീകരിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് ഭാര്യയ്ക്ക് 18 വയസ്സോ അതിൽ കൂടുതലോ ആണെങ്കിൽ വൈവാഹിക ബലാത്സംഗം അത് ശിക്ഷിക്കാൻ തക്കതായ കുറ്റമല്ല എന്ന് സുപ്രീം കോടതിയിൽ ഇത് തീരുമാനമെടുക്കുന്നതുവരെ അതങ്ങനെ തന്നെ തുടരുമെന്നുമാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലാണിത്. 377 വകുപ്പ് പ്രകാരമുള്ള പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വൈവാഹിക ബന്ധത്തിൽ സ്ഥാനമില്ല എന്നും മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മുൻകാല വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഇതിനോട് നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിവാഹ ജീവിതം ദുരിതപൂർണമാണ് എന്നും വാക്കുകൾ കൊണ്ടും ശാരീരികമായിട്ടും ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുകയാണ് എന്നുമായിരുന്നു ഭാര്യയുടെ പരാതി എന്ന് പറയപ്പെടുന്നു.
ബലം പ്രയോഗിച്ച് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന് ഭാര്യയുടെ പരാതിയിൽ ഉണ്ടാവുകയും ചെയ്തു. IPC 377 പ്രകാരമുള്ള കുറ്റങ്ങളിൽ നിന്ന് ഭർത്താവിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും 498A 323 എന്നീ വകുപ്പുകൾ പ്രകാരം ഭർത്താവിനെ കോടതി ശിക്ഷിച്ചു. ഭർത്തൃബലാത്സംഗം കുറ്റകരമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഭർത്തൃബലാത്സംഗം കുറ്റകരമാക്കുന്നത് സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ ജഡ്ജിയുടെ ഒരു പരാമർശം, ആ പരാമർശം നൽകിയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിലൂടെ ശ്രദ്ധേയനായ ജഡ്ജിയാണ് റാം മനോഹർ നാരായൺ മിശ്ര എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹം. ജഡ്ജിമാർ ഉത്തരവുകളിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ മുൻവിധിയോ പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്ന ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ 2024 വിധിയും ഏറെ ചർച്ച ചെയ്തതായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. അഡീഷണൽ സെഷൻസ് ജഡ്ജി രവികുമാർ ദിവാകർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ രാഷ്ട്രീയവും വ്യക്തിപരമായ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അടങ്ങുന്ന അനാവശ്യ പ്രസ്താവനകളുണ്ട് എന്നും ഇതിലൂടെ കോടതി ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ്. അങ്ങനെ കോടതി ഉത്തരവുകൾ പൊതു ഉപഭോഗത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത്തരം ഉത്തരവുകൾ ജനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുവാനുള്ള സാധ്യതകളേറെയാണ്. അപ്പോൾ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രസ്താവനകൾ, അത്തരത്തിലുള്ള പ്രസ്താവനകൾ വേണം ജഡ്ജിമാർ നടത്തേണ്ടത് എന്നും, അതിനാൽ അതുകൊണ്ട് തന്നെ ഉത്തരവിൻ്റെ പേജ് 6 അവസാന ഖണ്ഡികയിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നും ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്ര ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവിട്ടത് ഏറെ ചർച്ചയായിരുന്നു. മതനേതാവ് സംസ്ഥാനത്ത് അധികാര കസേരയിരിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നായിരുന്നു ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ അഡീഷണൽ ജില്ലാ ജഡ്ജി രവികുമാർ ദിവാകർ ഉത്തരവിൽ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മറന്നിട്ടില്ല. 2010 ബറേലിയിൽ നടന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിം പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള മൗലാന തൗഖീർ റാസ ഖാൻ്റെ വിചാരണക്കിടയിലായിരുന്നു ജഡ്ജിയുടെ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത്. അങ്ങനെ പലതരത്തിൽ നിയമത്തിൻ്റെ പല വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പല നിരീക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളവർ അനവധി പേരാണ്. പക്ഷേ ഇവിടുത്തെ ഭർത്തൃബലാത്സംഗം എന്ന് പറയപ്പെടുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക ശാരീരിക വ്യാപാരമാണ്. ആ മാനസിക ശാരീരികമായിട്ട് അനുഭവപ്പെടുന്ന അനുഭവങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. അവരനുഭവിക്കുന്ന ക്രൂരതയെ തള്ളിക്കളയാൻ കഴിയില്ല. പകരം ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ഒരാൾ, ഒരു വിവാഹം എന്ന് പറയപ്പെടുന്നത് ഭാര്യയ്ക്ക് മേൽ എന്തും ചെയ്യാനുള്ള അവകാശമല്ല. ഭാര്യ എന്ന് പറയപ്പെടുന്നത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആണെന്ന് പറയുന്നതിൻ്റെ അടിമയുമല്ല. സ്ത്രീക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീ എന്ന് പറയപ്പെടുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. പക്ഷെ അവർക്ക് നിയമം നൽകുന്ന ഒരു പരിഗണനയും ഈ ഭർത്താക്കന്മാർ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ സമ്മതമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ബലാത്സംഗം തന്നെയാക്കി മാറ്റണം. അങ്ങനെ ഭർത്തൃബലാത്സംഗങ്ങൾക്ക് ശിക്ഷ നൽകേണ്ടത് തന്നെയാണ്. അതിൽ കുറഞ്ഞതൊന്നും കൊടുക്കാതിരിക്കരുത്.